മാമന്റെ അടുത്ത് വാ, മാമന്റെ അടുത്ത് വാ. Ladies and gentlemen, welcome to episode 2 of the season 2 of the industry hit show Ecstasy of Yap. നിങ്ങൾക്ക് ആർക്കും എക്സസി ഓഫ് യാപ്പ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ദിസ് ഇസ് എ ഷോ വെർ യു ഡോണ്ട് ഹാവ് ടു തിങ്ക്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു ഷോ കാണുമ്പോഴത്തേക്കും യു ജസ്റ്റ് ഹാവ് ടു ഡിലീറ്റ് ഇറ്റ് ഫ്രം യുവർ ഹെഡ്. കാരണം വി വിൽ ഡു ദ തിങ്കിങ് ഫോർ യു. കാരണം നമ്മളുടെ കയ്യിൽ ഡേറ്റയുണ്ട്, അത് അനലൈസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്, അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയ കേപ്പബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഡേറ്റാസ് എല്ലാം കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് അവർ കസാഖിസ്ഥാനിയൻ ആൻഡ് അവർ മംഗോളിയൻ ഇന്റേൺസ് ഇൻ ദ ബേസ്മെന്റ്. ഇത്തവണ അഗെയിൻ സീസൺ 2 ദ ഇന്ത്യൻ ടീം ഈസ് മൾട്ടി കൾച്ചറൽ. ഇറ്റ് ഈസ് 2026 യു ബിഗറ്റ്സ്. അതുകൊണ്ട് ഷൗട്ട് ഔട്ട്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷൗട്ട് ഔട്ട് മംഗോളിയൻസ്, ഷൗട്ട് ഔട്ട് കസാഖ്സ്ഥാനിയൻസ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുക. ആൻഡ് ഞാൻ വെച്ച് താമസിപ്പിക്കാതെ ഞാൻ എൻ്റെ പാനൽ പരിചയപ്പെടുത്താം. നമ്മളുടെ എപ്പോഴത്തെയും ഇവിടെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള നമ്മളുടെ ലീഗൽ എക്സ്പേർട്ട്, അവർ ലോയർ, അവർ കൗൺസിൽ അറ്റർണി. ഇന്ന് പുള്ളിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹി ഈസ് പർസ്യൂയിങ് ഹിസ് ഡിഗ്രി ഇൻ ജെൻഡർ സ്റ്റഡീസ് ആൻഡ് ലെസ്ബിയൻ ഡാൻസ് തിയറി. അതുകൊണ്ട് ഇന്ന് പുള്ളിക്ക് അതിൻ്റെ എക്സാം ആണ്. സോ ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഇറ്റ്. ഹി ഈസ് ഡൂയിങ് ലെസ്ബിയൻസ് ഡാൻസ് ഇൻ ദ സ്ട്രീറ്റ്സ് ആസ് വി ആർ സ്പീക്കിംഗ്. സോ പുള്ളി ഇത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, പുള്ളി പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് ഇന്ന് അഗെയിൻ മൈ കോ ഹോസ്റ്റ് ആൻഡ് മൈ വെരി ഗുഡ് ഫ്രണ്ട്സ്, MNT ഗെയിമിങ്ങിന്റെ സ്ഥാപകൻ, ദ പേഴ്സൺ ഹു സൈൻസ് അവർ ചെക്ക്. So he is very close to insurgents in the Chechen region of Russia, and he is a personal favorite of Benjamin Netanyahu. And he is not in the Epstein list, he is not in the Diddy list, but he is in our local police station lookout notice list. It's our very own favorite Skip Trace. And പിന്നെ ഞാൻ, your host, the most handsome guy in Turkmenistan and Tajikistan. It's me. ആൻഡ് ഓൾസോ ഇന്ന് നമുക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്ത്രീകളെ പറ്റി സംസാരിച്ചു. അപ്പൊ ഞാനും സ്ക്രിപ്റ്റ് റൈസും നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളിങ്ങനെ ഒരു ചോദ്യം, ഒരു ഫിലോസോഫിക്കൽ ചോദ്യം നമ്മളെ മനസ്സിൽ വന്നു. ഈ ലോകത്ത് ഇല്ലാത്തൊരു വസ്തുത എന്താണ്? ഒരു വസ്തു എന്താണ്? ഞാൻ പറയാം, ജെൻഡർ ഈക്വാലിറ്റി. അത് ഈ ലോകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ എപ്പിസോഡ്, കഴിഞ്ഞ എപ്പിസോഡ് സ്ത്രീകളെ പറ്റിയാണ്, ഈ എപ്പിസോഡ് നമുക്ക് പുരുഷന്മാരെ പറ്റി സംസാരിക്കാം. ഞാൻ ആദ്യമേ ബോക്സിങ് ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ടെസ്റ്റോസ്റ്ററോൺ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് എൻ്റെ ശരീരത്ത്. അതുകൊണ്ട് എനിക്കത് എങ്ങനെയെങ്കിലും ചെലവാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ബോക്സിങ് ചെയ്തത്. സോ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ആണുങ്ങളെ പറ്റി, അതായത് മെയിൽസിനെ പറ്റി സംസാരിക്കാം. അപ്പൊ മെയിൽസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ തരാം. ഈ കമന്റ് കാണുന്ന നമ്മുടെ ഓഡിയൻസിന്റെ വ്യൂവർ ബേസ് ഫുൾ ആണുങ്ങളാണെന്ന് നമുക്കറിയാം. സോ ലെറ്റ് മീ ജസ്റ്റ് സേ ദാറ്റ് നമ്മൾ ആണുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ശരിയാണ്, നമ്മൾ ജനറലൈസ് തന്നെ ചെയ്യുവാണ്. കാരണം സ്ത്രീകളെ നമ്മൾ വിമൺ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസിൽ ചെയ്യുന്നില്ലെങ്കിലും വി ആർ ഇൻക്ലൂഡിങ് ദം ആസ് എ ഹോൾ. അതേപോലെ ഇവിടെ നമ്മൾ ആണുങ്ങളെന്ന് പറയുമ്പോൾ വി ആർ ജനറലൈസിങ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ബി ഗ്ലാഡ് ദാറ്റ് യു ആർ നോട്ട് എ വിയർഡോ. ജസ്റ്റ് ബി ഗ്ലാഡ് ദാറ്റ് യു ആർ നോട്ട് എ ഫക്കിംഗ് വിയർഡോ. ആൻഡ് യുനോ സമാധാനപ്പെട്ട് അവിടെ ഇരിക്കുക. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ റീതിങ്ക് യുവർ ലൈഫ് ഡിസിഷൻസ് ബ്രാ, ഓർ ഡോണ്ട്. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ബട്ട് യാ, അപ്പോൾ ആണുങ്ങളെ പറ്റി തുടങ്ങാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആണുങ്ങൾ എങ്ങനെയാണ്? മിസ്റ്റർ സ്കിപ്പ് റൈസ് ടേക്ക് ഇറ്റ് അവേ. ആണുങ്ങൾ ഇന്നത്തെ കാലത്തട്ട് നട്ടലില്ലാത്ത വാണങ്ങൾ, ഇതാണ് എനിക്ക് പറയാനുള്ള ആണുങ്ങളെ പറ്റി. പെങ്കോന്തന്മാർ. നമ്മളെ നാട്ടിൽ ഇവന്മാർക്ക് ഒരു പേര്, കൂസന്മാർ, പട്ടി കൂസന്മാർ. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ കാലത്തുള്ള ആണുങ്ങൾ. മെജോറിറ്റി ഒരു 10-70% ആണുങ്ങളും ഇങ്ങനെയാണ്. നട്ടലില്ല, ധൈര്യമില്ല, ഒന്നുമില്ല. ലൈക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മറ്റേ എന്താ പറയട്ടെ, ഇത് പറയാനേ പറ്റൂ, കീബോർഡ് വാരിയേഴ്സ്. അല്ലാതെ അതാണ് നേരിട്ട് വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ നിൽക്കും. അതില്ലേ, പലവന്മാർക്കും ഈ മാൻലിനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, ഒരു ഐഡിയ പലവന്മാർക്കും മനസ്സിലായിട്ടില്ല. ഈ മാൻലിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുമ്പിൽ പോയി കയർത്ത് കയറുന്നതോ, അല്ലെങ്കിൽ ഫുള്ള് ജിമ്മിൽ പോയി മസിൽ വരുത്തുന്നതോ, മറ്റേ ഈ മറ്റേ എന്താണ് കനമുള്ള ശബ്ദത്തോടെ സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ വണ്ടി എടുത്ത് ഒരു വീലിൽ ഓടിക്കുന്നതോ, ഇതൊന്നും അല്ല മാൻലിനെസ്. യഥാർത്ഥ മാൻലിനെസ് എന്ന് പറയുമ്പം യു ഹാവ് ടു ബി കംഫർട്ടബിൾ ഇൻ യുവർ ഓൺ സെൽഫ്. അതാണ് യഥാർത്ഥ മാൻലിനെസ്. ബാക്കിയുള്ളതെല്ലാം പുറകെ വന്നോളൂ. ഈ പണ്ട് മറ്റേ ക്ലിന്റ് ഈസ്റ്റ്വുഡൊക്കെ കാണിക്കുന്ന കണക്ക് മറ്റേ ഉടുപ്പില്ലാതെ വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്ന അതൊന്നും.
സോ ഇന്നത്തെ ആൾക്കാർ ആണുങ്ങളിൽ ലൈക്ക് സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞ വളരെ ശരിയാണ്. പലർക്കും നട്ടലില്ല. പലവന്മാരും തിരിച്ച് എന്താ എന്ന് പറഞ്ഞ അവന്മാർ അപ്പോഴേ നിക്കറെ കൂടെ മുള്ളുന്ന ടീംസാണ്. എന്താ നോക്കിയപ്പോ എന്താ ചേട്ടാ എന്താ അണ്ണാ ഞാൻ ഡിസ്കോഡിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇവന്മാര് കേറി മെതിക്കും. അതാണ് എന്താന്ന് ചോദിക്കുമ്പോ ആരോ ഞാൻ ആരെന്നറിയാമോ, നീ ആരുമല്ല വൈദ്യ, നീ ആരുമല്ല, ആരുമല്ല, നീ ആരുമല്ല വാണം. രണ്ടാമത്തെ കാര്യം എന്റെ ഒരു അഭിപ്രായം ഇതാണ്. ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു ജെൻഡർ ശരിയാണ്, നമ്മളും ആണുങ്ങളാണ്. സോ ആണുങ്ങളെ പറ്റി ഹൂ എൽസ് ബെറ്റർ ടു ടോക്ക് അബൌട്ട് മെൻ ദാൻ അസ്. സോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ആണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇത് എല്ലാ ജനറേഷനും ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ലൈക്ക് ഒബിയസ്ലി കൊച്ചുകുട്ടികൾ ഇതിൽ ഉൾപ്പെടുത്തില്ല, പക്ഷേ മില്ലേനിയൽ, ജെൻസി, ബൂമേഴ്സ്, വടവർ, സെക്ഷൽ വയലൻസിന്റെ കാര്യത്തിൽ ഒരു ഗപ്പ് ഐറ്റം ആയിരുന്നെങ്കിൽ ആണുങ്ങൾ ഇന്ന് പല ട്രോഫീസ് അടിച്ചേനെ. പിന്നെ എല്ലാരെയും വീട്ടിൽ ഒരു മിനിമം 10 എണ്ണമെങ്കിലും കണ്ടേനെ, 10 ട്രോഫി ഉണ്ടായേനെ. സെക്ഷൽ വയലൻസ് ഒരു ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നെങ്കിൽ ഇന്ന് പലരും യൂറോപ്യൻ ചാമ്പ്യൻസ് ആയേനെ. അതാണ് കാര്യം. ഈ എന്തുവാണ് ഈ വെള്ളം അടിച്ചിട്ട് വന്ന് ഭാര്യയെ തല്ലുന്ന ടീംസ് ഒന്ന്, കാമുകിയെ വഞ്ചിക്കുന്ന ടീംസും ഒന്ന്, പെമ്പിള്ളേരെ മണ്ടയ്ക്കുന്നത് പെമ്പിള്ളേർ എന്തെങ്കിലും പറയുമ്പോൾ അവളുമാരെ മുഖത്ത് ആസിഡ് എറിയുകയും അവളുമാരെ പോയി വണ്ടി ഇടിച്ച് കൊല്ലുകയും ചെയ്യാൻ നോക്കുന്ന ടീംസ് ഒന്ന്. പിന്നെ ഇതിലൊന്നും പെടാത്ത വേറൊരു ടീംസ് ഉണ്ട്, കൊച്ചു പിള്ളേരോട് അതിക്രമം കാണിക്കുന്ന ടീംസ് വേറെ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദീസ് ഓൾഡ് മാൻ യു നോ ലൈക്ക് വി ആർ പ്രൊമോട്ടിംഗ് എ ബൂമർ എക്സ്റ്റിൻഷൻ. ഞാൻ പറഞ്ഞുതരാം, അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾക്ക് യുനോ അത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുടെ അടുത്ത് മെക്കിട്ട് കയറുന്നതെന്ന് വെച്ചാൽ അറിയാലോ എങ്ങനെയാണെന്ന്. ഈ യവന്മാരൊക്കെ അത് കിളവന്മാരാണ്. കാരണം ഇവന്മാരൊക്കെ എന്താ പറയുക, ഒരു 20-ആം വയസ്സിൽ തന്നെ കെട്ടും. അന്ന് തൊട്ടേ ഇവന്മാരെ കെട്ടിയോളമാരത്തെ മെക്കിട്ട് കയറും. ആ മെക്കിട്ട് കാട്ടിയായിട്ട് കാരണം ആ പാവപ്പെട്ട സ്ത്രീ അതിന്റെയൊക്കെ ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ തട്ടിപ്പോവും. അപ്പൊ യവന്മാരെ പിന്നെ അന്നോട്ട് ഇവന്മാർക്ക് ആരുമില്ല. അപ്പൊ ഇവന്മാർ അതെല്ലാം കൂടെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് പിന്നെ ഇവന്മാർക്കുള്ളത് കുറെ കൊച്ചു പിള്ളേരാണ്. നാട്ടിൽ ആരടുത്തും അതേണക്ക് മെക്കിട്ട് കയറാൻ ചെന്നാൽ കവാല പിടിക്ക് അടി കിട്ടും. കാരണം ഇത് എന്റെ നാട്ടില് ഇങ്ങനത്തെവന്മാര് കുറെ ഉണ്ട്. എന്റെ അല്ല, നമ്മളെ നാട്ടില് ഇഷ്ടം പോലെയുണ്ട്. സോ നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ, നാട്ടിലോ അങ്ങനെ ആരും ഇല്ല എന്ന് തെളിതാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരിക, ഞാൻ വിത്ത് പ്രൂഫ്, സോളിഡ് പ്രൂഫ് നമ്മൾ കാണിച്ചു തരും. ഞാനല്ല, നമ്മൾ കാണിച്ചു തരും സോളിഡ് പ്രൂഫ്. അതും വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഈ ബ്രോക്കോഡ് എന്നൊക്കെ ആൾക്കാർ പറയും. ഐ ഓൺലി നോ വൺ ബ്രോക്കോഡ് ആൻഡ് ഇറ്റ് ഈസ് വാട്ട് ഐ യൂസ് ടു ഗെറ്റ് ഷിറ്റ് ഫേസ്ഡ് on a public beach at 2 AM on a Tuesday morning. That's what I do. പക്ഷേ ഈ ബ്രോക്കോഡ് എന്ന് പറയുന്ന ഈ ആൾക്കാരെന്ന് വെച്ചാൽ സ്വന്തം കൂടെ നിൽക്കുന്ന ഒരു തെറ്റ് ചെയ്താൽ അത് കണ്ടില്ല എന്ന് നടിക്കുക. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ അടുത്ത് ഇത് കാണിക്കുന്ന ഇത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും അറിയാം. ഇത് ആരും തുറന്ന് ഒരുത്തം പോലും വോയിസ് ചെയ്യത്തില്ല. നോബഡി വോയിസസ് ദിസ്. അപ്പൊ ഇത് ഇങ്ങനത്തെ സ്വഭാവം കാണുമ്പോൾ വി ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ഞാൻ കുറ്റം ചെയ്തു, ഇവൻ കുറ്റം കണ്ടു, സ്ക്രിപ്റ്റേഴ്സ് കുറ്റം കണ്ടു, പക്ഷെ അവ അത് മിണ്ടിയില്ല. We are equally guilty in that. സോ ഈ ആണുങ്ങൾക്ക് മറ്റേ ഒരു ബ്രോക്കോഡ്, മറ്റേ ഒരു മാച്ചോ ലെവൽ ഒരു ബുൾഷിറ്റ് ഒരു ഇതുണ്ട്. ലൈക്ക് ആണുങ്ങളെല്ലാം men have to stick together, yeah, men should stick together, പക്ഷെ not when you do sexual assault to a child. അപ്പോഴല്ല, you don't have to stick together when somebody does that. Sorry guys, ഇന്നത്തെ വീഡിയോയിൽ കോമഡി കണ്ടന്റ് കുറവാണ്, കാരണം ഇത് ഭയങ്കര സീരിയസ് ടോപ്പിക് ആണ്. This is a serious topic. This is a really fucking serious topic. പിന്നെ വേറൊരു ഇത്, എന്റെ മൂന്നാമത്തെ ടോപ്പിക്, ഈ പോയിന്റ് നമ്മള് മറ്റേ ഇൻസ്റ്റഗ്രാമിൽ, അതായത് ലൈക്ക് നമ്മൾ വിമണിനെ പറ്റി പറഞ്ഞപ്പോൾ വി ടോക്ക്ഡ് അബൌട്ട് വിമണിന്റെ ബോഡി കൗണ്ട് ഉണ്ട്, അവർ കാഷ്വൽ സെക്സിന് ഭയങ്കര ഇതാണ്. പക്ഷെ ഗസ് വാട്ട്, ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് there's a guy. അവര് പോയിട്ട് വായുവിനെയും മരത്തിനെയൊന്നും അല്ല അവര്. അതാണ് കാരണം ഒരു കൈ കൊണ്ട് അടിച്ച ശബ്ദം കേൾക്കത്തില്ല, 2 കൈ വേണം. അതാണ്. സോ നമ്മളെ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ആണുണ്ട്. കാരണം ആണില്ലായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെ ആവത്തില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ആണുങ്ങൾ വിചാരിച്ചു പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണല്ലേ, നീയൊക്കെയാണ് കാരണം. മനസ്സിലായ? അതാണ്. ഓൾസോ പെൺപിള്ളേർക്ക് ബോഡി കൗണ്ട് കൂടുന്നതനുസരിച്ച് ആണുങ്ങൾക്ക് കൂടും. ആ മാത്സ് അവിടെ അപ്ലൈ ചെയ്യും. അതാണ് അവിടെ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു ഹൈ ബോഡി കൗണ്ട് ഉള്ള ഒരു പെണ്ണിനെ കുറ്റം പറയുമ്പോൾ യു ഓൾസോ ഹാവ് ടു തിങ്ക് ദാറ്റ്. അപ്പൊ ഒരു പെണ്ണിനെ അടുത്ത് അവക്ക് 100 ബോഡി കൗണ്ട് ഉണ്ട്, നിനക്ക് എത്ര മൈരേ? അത് 1250. ഇതാണ്. ആൻഡ് എന്താ പറയട്ട്,
വേറെ ടൈപ്പ് കുറെ എണ്ണങ്ങളുണ്ടോ ലൈക്ക് ഇവന്മാര് കാരണമാണ് ഈ എന്താ പറയുക ഈ പെമ്പിള്ളേർ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറയും ഇത് ഇത്തിരി സീരിയസ് ആണ് ഈ വീഡിയോ. നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഡ്രങ്ക് ആണ്. സോ അവൻ ഹൈയും കൂടെയാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ മാരീഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ചീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവളുമാർക്ക് റിലേഷൻ ഒന്നും കാണത്തില്ല, എല്ലാവരും അവിടെ സീരിയസ് ആയിരിക്കത്തില്ല, എല്ലാത്തിനും കാരണം ഒരാണാണ്. ഈ പെണ്ണുങ്ങളെന്ന് പറയുന്ന ലൈക്ക് എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇവളുമാർക്ക് എല്ലാവർക്കും ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻ ആണ് വേണ്ടത്, സിംഗിൾ ഗായ് എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരുത്തം വരും അങ്ങനെയുള്ളൊരു പാവപ്പെട്ടതിൻ്റെ അടുത്ത് വന്നിട്ട് അവനിക്ക് വേണ്ടുന്ന സംഭവം കഴിയുമ്പോൾ അവൻ പൊടിയും തട്ടി അങ്ങ് പോകും. അപ്പൊ എവളുമാര് വിചാരിക്കും ലോകത്തുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, പിന്നെ ഞാൻ എന്തിനാണ് എന്തു പറയട്ടെ മറ്റേ ദിവ്യ പ്രണയം നടിച്ച് പോകുന്നത്, എനിക്കും അത് വേണ്ട എന്ന് പറഞ്ഞ് ഇവളുമാരും അങ്ങ് പോകും. പക്ഷെ അതൊരു പാവം പിടിച്ച പെണ്ണായിരിക്കും. ഒരു കോയിന്റെ ഇരുവശവുമാണ് ആണും പെണ്ണും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സൈഡിനെ പറയുമ്പോഴത്തേക്ക് ഒരു സൈഡ് നല്ലതല്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോയിന്റെ വില പോയി, വാല്യൂ ഇസ് ഗോൺ. ആൻഡ് ഗസ് വാട്ട്, ഈ ആണുങ്ങളുടെ വേറൊരിത്, എസ്പെഷ്യലി ഇന്ത്യൻ ആണുങ്ങളെ നമുക്ക് പറയാം, ലൈംഗിക ദാരിദ്ര്യം, ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമാണ്. ഏതെങ്കിലും ഒരു മദാമ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഷോ പുസി ബട്ട് ഹോൾ ഫോട്ടോ, ബോബ് വഗാന മാഡം, ഡോണ്ട് റിഡീം മാഡം, ഈ രീതിയിലുള്ള സംസാരമാണ് മാഡം. ഒരു കളി അരക്കളിയായാലും മതി. ആ സംസാരം ലൈംഗിക ദാരിദ്ര്യം ആണുങ്ങൾ, അതായത് ആണുങ്ങളുടെ മനസ്സിൽ ഒരു ഇതുണ്ട് ലൈക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കളി കിട്ടിയേ പറ്റൂ. വെച്ചാൽ അവന്മാർക്ക് കളി കിട്ടിയില്ലെങ്കിൽ അവന്മാർ ആണത്തൊന്തോ ഇല്ല താഴെ പോകുന്ന രീതിയിലാണ് ഇവന്മാർ സംസാരിക്കുന്നത്. ഈ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് കിടക്കുന്ന ഈ പെമ്പിളരെ പറ്റി പറയില്ല, ഒള്ളി ഫാൻസ് അത് ഇതെന്നൊക്കെ നമ്മൾ പറയില്ല, അവളുമാർ അങ്ങനെ ചെയ്യുന്നു, അവളുമാർ അത് ചെയ്യുന്നു, വീഡിയോ ഇടുന്നു, അത് ഇടുന്നു, ഇത് ഇടുന്നു. ഇപ്പൊ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു ഫേമസ് ആയിട്ട് ഏതോ ഒരു പെണ്ണ് നിൽക്കുന്നു, നമ്മൾ അവളുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹർ പബ്ലിസിറ്റി, ബട്ട് അങ്ങനെ ഒരു പെണ്ണ് എന്തോ 1 കോടി എന്തോ രൂപയൊക്കെ മാസം സമ്പാദിക്കുന്ന ഒരു പെണ്ണ്. സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ ആരും പെണ്ണുങ്ങളല്ല, എല്ലാ ആണുങ്ങളാണ്. ഇവന്മാര് രാവിലെ വാർക്ക പണിക്ക് ഡെയിലി 800 രൂപയുടെ പണിക്ക് പോയിട്ട് അതിൽ നിന്നാണ് എല്ലാ മാസവും 350 രൂപ അവർക്ക് കൊടുക്കുന്നത്. എല്ലാ മാസവും 350 രൂപ ഒക്കെ കൊടുത്തിട്ട് അവള് കയറി ഫേമസ് ആയിട്ട് ഒരു ഓടി എടുക്കുമ്പോ ഇവന്മാര് ചൊറച്ചിൽ തുടങ്ങും. കട്ട അവള് ഒരു പെണ്ണായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അവളൊരു പെണ്ണായതുകൊണ്ട് നീയല്ലേ കൊടുത്തത്. ട്രസ്റ്റ്, ബിലീവ് മീ, വിമൺ ആർ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. ദൈവം അവർക്ക് അങ്ങനത്തെ ഒരു ശരീരഘടന കൊടുത്തിട്ടുള്ളത്. സോ ദേ ആർ ഗോയിങ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ആണുങ്ങൾക്ക് അത് പറ്റത്തില്ല. ദ ഓൺലി വേ യു ഗൈസ് ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഈസ് ബൈ നോട്ട് ഗിവിംഗ് ദം ടൈം ആൻഡ് അറ്റൻഷൻ. ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യവും ലൈംഗിക പ്രവണതയും എന്ന് കൺട്രോൾ ചെയ്യുന്നോ അന്ന് നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കുറ്റം പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കും. പക്ഷെ ആണുങ്ങൾ അത് ചെയ്യത്തില്ല. ആണുങ്ങൾ എന്ന് പറയുന്ന ക്രീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അതിൽ ഇൻഡൽജൻ ചെയ്യണം, എന്നാൽ അവരതിൽ സൂഹിക്കാനും പാടില്ല. ഏറ്റവും ലൈക്ക് നമ്മളിപ്പം ഈ ആണുങ്ങളെ ഇപ്പം എന്താ പറയുക ഈ ഏജിൻ്റെ ഒരു ഇതിൽ വരെയാണെങ്കിൽ ഇപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന ആവട്ടെ അല്ലെങ്കിൽ സിംഗിളായിട്ട് നിൽക്കുന്ന മാരീഡ് ആവാത്തവരൊക്കെ ആവട്ടെ, ഇവരൊക്കെ പിന്നെ ഒരു വിധം സെറ്റാണ്. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞൊരു 45-50 ആ ഒരു വയസ്സിൽ ചെന്ന് നിൽക്കുന്നവന്മാരാണ് ഏറ്റവും വലിയ മൈനന്മാർ. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു എന്താ പറയട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരും കാര്യങ്ങളും ഒന്നും നമുക്കിവിടെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ഡ്യൂ ടു അല്ലേ, അത് ഇറ്റ്സ് ഫണ്ടഡ് ബൈ മൊസാദ്. സോ അതുകൊണ്ട് നമുക്കത് അപ്പം ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നാളുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇതിൽ നിന്ന് കിട്ടിയ നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലി കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസ് പ്രകാരമാണ് നമ്മളിത് പറയുന്നത്. യുനോ മാരീഡായി ലൈക്ക് ഒരു 10-25 വർഷം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആണുങ്ങളെ ഒരു 100-ലും ഒരു 99% ആൾക്കാരും പോക്കാണ്. യവന്മാരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കണം. യവന്മാരെ ഏതൊരു ഒരു കമ്പിളി സാരി ചുറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രൊഫൈൽ കണ്ടാൽ പോലും അതിൽ ചെന്നിട്ട് കിടന്നു ലൈക്ക് വാട്ട്, നിനക്കൊക്കെ അത്ര നക്കാൻ ലോലിപ്പോപ്പ് പോടേലും പോടാ, എന്തിനാണ് പഞ്ചാരാണ് നക്കാൻ തോന്നുമ്പോ അതെടുത്ത് വായിലിട്. ആൻഡ് യു നോ ലൈക്ക് ഇവന്മാരെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് ഇവന്മാര് ലൈക്ക് ഈ പെമ്പിള്ളേർ ഒരു കാര്യം പറയും, ലൈക്ക് ഈ ഓൾഡർ മെൻ ഡേറ്റിംഗ് യങ്ങർ വുമൺ ഈസ് കൈൻഡ് ഓഫ് ക്രീപ്പി എന്ന് പറയും.
ഐ അഗ്രി വിത്ത് ദാറ്റ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ 23 വയസ്സുള്ള ഒരുത്തൻ 18 വയസ്സുകാരെ ഡേറ്റ് ചെയ്യുന്ന ക്രീപ്പിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 35 വയസ്സുകാരൻ ഒരു 18 വയസ്സുകാരെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൈൻഡ് ഓഫ് ക്രീപ്പിയാണ്. അത് ക്രീപ്പാണ്. അതേപോലെ ഇവന്മാര് ഈ 40-50 വയസ്സുള്ള ഈ മാമൻ മൈരന്മാര് ദേ വിൽ പകൽ വെളിച്ചത്ത് ഈ പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്ക് മോളെ, പെങ്ങളെ, മോളൂട്ടി, പെങ്ങളൂട്ടി, മാമന്റെ അടുത്ത് വാ, മാമന്റെ അടുത്ത് വാ. രാത്രി അമ്മ മാറും, രാത്രി അമ്മ മാറും, രാത്രി വരും നക്കി തരട്ടെ. മൊസാദ് ഫണ്ട് ചെയ്ത ഒരു പ്രോഗ്രാം നമ്മൾ രണ്ടൊരു വർക്കിംഗ് ആണ് ഇപ്പം. ആ പ്രോഗ്രാമിൽ കൂടെ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ആണ് സോളിഡ് പ്രൂഫ്. ഇന്റർനെറ്റ് ആൻഡ് ഇതൊക്കെ യവന്മാരെ ഭാര്യമാർക്ക് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കും. മെയിൽ അയച്ചു കൊടുക്കും. അത് ചെയ്തിരിക്കും നമ്മള് ബിക്കോസ് ഗസ്റ്റ് വാട്ട്, ഈ കല്യാണം എന്നൊക്കെ പറയുന്ന കാര്യം ഉണ്ടല്ലോ. ഐ ഡോണ്ട് നോ അബൌട്ട് യു ഗൈസ്, ബട്ട് പേഴ്സണലി എനിക്ക് കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇതിങ്ങനെ വരണം എന്ന് വെച്ചാൽ ആപ്സ് അല്ല, ലൈക്ക് ഉള്ളിന്ന് വരണം. അതായത് ഒരാളെ കാണുമ്പോഴത്തേക്കും ഓക്കെ കണ്ട് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ അറിഞ്ഞ് അവരെ സ്വഭാവം, ഇഷ്ടം, അനിഷ്ടം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ദെൻ യു മേക്ക് എ ഡിസിഷൻ. ഓക്കെ എനിക്ക് ഇയാളെ ലൈഫ് ലോങ് എന്റെ കമ്പാനിയനായിട്ട് വേണം. അല്ലാതെ കണ്ട മാട്രിമോണി സൈറ്റിൽ കയറിയിട്ട് സ്വന്തം തന്തയും തള്ളയും എവിടെന്നെങ്കിലും പോയി റിസ് ചെയ്തോണ്ട് വരുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് എന്റെ സാലറി പാക്കേജ് ഇതാണ്, എനിക്ക് ഇത്ര വണ്ടി ഇങ്ങനെ പറഞ്ഞ ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും വളച്ച് കയ്യിലെടുത്ത് സെറ്റാക്കിയിട്ട് കല്യാണവും കഴിച്ച് 1-2 വർഷം കഴിഞ്ഞിട്ട് വേറെ കൊച്ചു പിള്ളേരെ പുറകെ പോകുന്ന ഇവന്മാരൊക്കെയാണ് ഈ അറേഞ്ച് മാരേജിനെ ഇവന്മാര് പൊക്കണത്. ഞാൻ ഒരു കാര്യം പറയാം. പെട്ടെന്ന് ഞാൻ പറയണോ? ഓക്കെ, ഈ അറേഞ്ച് മാരേജ് ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്കാം. അത് ഈ ആണുങ്ങൾ പറയും പെണ്ണുങ്ങളാണത് എന്താ പറയുക പണി തരുന്ന അല്ല, ആണുങ്ങളാണ്. കാരണം യവന്മാരെ മറ്റേ എന്താ പറയുക വിഷം നടക്കുന്ന പട്ടികളെ കണക്കാണ്. അപ്പൊ യവന്മാരെ ഫ്രണ്ടിൽ എന്തിനു കിട്ടിയാലും മതി. വീട്ടുകാർ വന്നിട്ട് മോനെ ഈ പെണ്ണിന്റെ ഫോട്ടോ കൊള്ളാമോ? കൊള്ളാം, നാളെ തന്നെ കിട്ടിയോ, റെഡി എന്ന് പറഞ്ഞാൽ അപ്പഴേ അങ്ങ് ചാടിക്കറും. മോനെ അവക്ക് ബോഡി കൊണ്ട് 152 ഇനി കുഴപ്പമില്ല, എനിക്കിത് മതി, ഇത് മതി. ആ ലെവലാണ് ഇവന്മാര്. ഓക്കെ, അറേഞ്ച് മാരേജ് കേട്ടാൽ എന്നിട്ട് ഇപ്പം പെണ്ണുങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവന്മാരെന്താ പറയട്ടെ ഇവന്മാർ ആക്ട് ചെയ്യാൻ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. ഇവര് ലൈക്ക് എടാ ലിയോനാർഡോ ഡിക്കാപ്രിയോ അല്ലെങ്കിൽ റോബർട്ട് ഡെനീറോ പോലും ഇങ്ങനെ അഭിനയിക്കത്തില്ല. ആ സംഭവം എടുത്ത് ഇങ്ങനെ കെട്ടുന്നത് വരെ ഒരു 1-1.5 വർഷം ഉണ്ടല്ലോ. അത്രയും വലിയൊരു വിഷയം, ഒരു നാടകമാണ്. മാരണം ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. നമ്മള് കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചു നേരത്തെ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് നേരത്തെ നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടാണ് വരുന്നത്, സംസാരിച്ചിട്ട് വരെയാണ്. ആളെങ്ങനെയാണെന്ന് നമുക്കറിയാം. ആളെ കല്യാണം ഇപ്പൊ നെക്സ്റ്റ് ഇയർ ആണ്. ഇതേ കണക്ക് തന്നെ നെക്സ്റ്റ് ഇയർ നമ്മൾ കല്യാണം കഴിക്കുക. നമ്മൾ കല്യാണമൊക്കെ നമ്മളെ വേറെ കുറെ ഫ്രണ്ട്സുകളുണ്ട്. മിക്കവന്മാരും റിയൽ ലൈഫിൽ പെണ്ണുടിയന്മാരാണ്. സോ ഇതൊക്കെ റിലീജിയസ് പീപ്പിൾസ് നിങ്ങൾ പറയുന്ന കണക്ക് ഇതൊക്കെ അവരെ വിധിയാണ്. സോ വിധിയെ തടുക്കാൻ നമ്മൾ പോണില്ല. എല്ലാം പടച്ചോൻ എഴുതി വെച്ചാണ്, അനുഭവിച്ചോ. നമ്മളിതാ ഇവിടെ എഴുന്നൊരു പോപ്കോൺ വാങ്ങിയിരുന്ന് കണ്ടോണ്ടിരിക്കും. ആണുങ്ങൾ പറയുന്ന ഒരു തൊണ്ടി. അപ്പൊ അറേഞ്ച് മാരേജ് ഈ പെമ്പിള്ളേരും അങ്ങനെ ചെയ്യുമല്ലോ, അവളുമാര് പോയിട്ട് കളിച്ചു നടന്നിട്ട് അവളുമാര് അവസാനം വന്ന് ദേ വിൽ ലുക്ക് ടു സെറ്റിൽ ഡൗൺ വിത്ത് സംബഡി എന്ന് പറഞ്ഞിട്ട് അവന്മാര് വരുമല്ലോ. അപ്പൊ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്? അതാണ്. ആൻഡ് എവളുമാരെ കളിച്ച് നടക്കുമെന്ന് പറയുന്നു. എവളുമാരെ കണ്ട വാഴയും വല്ല പപ്പായ മരത്തിന്റെ അടുത്തുമല്ല പോണത്, അല്ലാതെ ഒട്ടകത്തിന്റെ അടുത്തും കുതിരടുത്തും. അതാണ് പോണത്. എന്നിട്ട് അവളുമാര് വന്നിട്ട് നാച്ചുറലി അവളുമാര് വേറെ ഒരുത്തനുമായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യാൻ നോക്കും. ഈ സെറ്റിൽ ഡൗൺ ചെയ്യാൻ പോകുന്നവന്റെ അടുത്ത് അത് പറഞ്ഞാലും ഹി വിൽ സ്റ്റിൽ അക്സെപ്റ്റ് ദം. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാസ്റ്റ് പറ്റി ഒന്നും അറിയണ്ട. എനിക്ക് നീ മതി അഭിനയമാണ്. എനിക്ക് റിട്രോഗ്രേഡ് അംനീഷ്യ ഉണ്ട്. നീ ഇപ്പൊ നിന്റെ ബോഡി കൊണ്ട് പറഞ്ഞ നമ്പർ ഞാൻ മറന്നുപോയി. എന്താ 0 ഓ പടച്ചോനെ, കർത്താവേ, ഈശ്വര, മോളോക്കെ. അതാണ് കാര്യം. ലൈക്ക് ഇവന്മാര് ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ദേ തിങ്ക് ദർ ഡിക്സ് എ ലോട്ട് ഓഫ് ടൈംസ്. നമ്മളും അതേപോലെ ചെയ്തിട്ടുണ്ട്. മൈ ഡിക്ക് ഹാസ് ലെറ്റ് മീ ടു പ്ലേസസ് വേർ എ നോർമൽ പേഴ്സൺ വുഡ്ന്റ് ഈവൻ ഗോ വിത്ത് എ ഗൺ. ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ സ്ഥലങ്ങളിൽ. ബട്ട് യുനോ ലൈക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ആണുങ്ങൾ എന്ന് പറയുമ്പോൾ സോറി ഞാൻ എവിടെയൊക്കെയാണെന്ന് ഞാൻ പറയാം.
അത് അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും sympathy ചെയ്യുമ്പോ അവരടുത്ത് DM ചെയ്യാം. ഓക്കെ, ബട്ട് ഈ ലൈക്ക് ലൈക്ക് ആണുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കില്ല ലൈക്ക് ദേ തിങ്ക് ദർ ഡിഗ്സ് ടു മച്ച്. അതുകൊണ്ടാണ് ലൈക്ക് എന്താണ് ഒരുപാട് ഈ ലൈക്ക് ഹൗ ഡു ഐ സേ ദിസ് ലൈക്ക് സെക്സ് ക്രൈംസ് നടക്കുന്ന പലതും അതുകൊണ്ടാണ്. ലൈക്ക് പല ആൾക്കാർ ഈ പല ആണുങ്ങളും മെൻ ദേ ഡിഫെൻഡ് പോണോഗ്രഫി. ഇവര് പോണോഗ്രഫി ഭയങ്കര ഡിഫെൻഡ് ചെയ്യും. ഇവന്മാരുടെ ഇതെന്ന് വെച്ചാൽ പോണോഗ്രഫി കണ്ടല്ലാതെ പിന്നെ ഞാൻ എവിടെ നിന്ന് പഠിക്കാനാ ഇതെല്ലാം? ചെയ്ത് പഠിക്കണം. ഓക്കെ. ചെയ്ത് പഠിക്കണം. 1456 ഇവരെങ്ങനെയാണ് പഠിച്ചത്? 1600 ആണുങ്ങളെ എക്സ്ക്യൂസ് ആണ്ട്രാ. ലൈക്ക് എല്ലാ കാര്യത്തിനും അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഭയങ്കര എക്സ്ക്യൂസ് ആണ്. ആൻഡ് ആണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും യവന്മാർക്ക് മറ്റേ പോൺ ബ്രെയിൻഡ് ആണ്. ഈ ഒരു ജനറേഷനിലെ ആൾക്കാരുടെ കാര്യം ഞാൻ എസ്പെഷ്യലി ഞാൻ പറയാം, ഭയങ്കര പോൺ ബ്രെയിൻഡ് ആണ് യവന്മാർക്ക്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ പറ്റി ഇവന്മാർക്ക് ഒരു വിയേർഡ് ഒപ്പീനിയൻ, സെക്സിനെ പറ്റി ഇവന്മാർക്ക് ഒരു വിയേർഡ് ഒപ്പീനിയൻ, വേൾഡ് വ്യൂസിനെ പറ്റി ഇവന്മാർക്ക് ഒരു വിയേർഡ് ഒപ്പീനിയൻ. ഇവന്മാർക്ക് എല്ലാം വിയേർഡ് ഒപ്പീനിയൻസ് ആണ്. നമ്മൾ പെൺപിള്ളേരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വി കോൾ ദം ഡ്രോൺസ് ബിക്കോസ് ദേ ഡു മീനിങ്ലെസ് ഷിറ്റ്. ആണുങ്ങളെ വി ക്യാൻ ടെൽ ലൈക്ക് ദേ ആർ ഫക്കിംഗ് ലെമ്മിങ്സ്. ലെമിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റേ വരിയായിട്ട് നടന്നു പോകും. ഫസ്റ്റ് ലെമിങ്സ് കുഴി വീണ ബാക്കിയുള്ള 5 കുഴിയിലോട്ട് തന്നെ വീഴും. ഇതാണ് ആണുങ്ങളെ കുഴപ്പം. ആണുങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ ഭയങ്കര ഇൻഡിവിജ്വാലിറ്റി ഒക്കെ പറയുമെങ്കിലും എവരിബഡി തിങ്സ് ദ സെയിം വേ. ഈ ആണുങ്ങൾ ഇങ്ങനെയാണ്, ഞാനൊരു ഫ്രീ തിങ്കിങ് ഇൻഡിവിജ്വൽ ആണ്, ഞാനൊരു ഫ്രീ തിങ്കർ ആണ്, ഐ എം എ ഫ്രീ തിങ്കർ. Meanwhile, they watch the same movies, they listen to the same music. ഒരാൾ പറയുന്ന കാര്യമേ മറ്റേ ആൾക്കാരെ ഫോളോ ചെയ്യൂ. ദേ ആർ ഫക്കിംഗ് ഇൻഫ്ലുവൻസബിൾ. നമ്മൾ പെണ്ണുങ്ങളെ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസബിൾ ആണ്, മാനിപ്പുലേറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുമോ, അതേപോലെ തന്നെ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് മെൻ ആർ ഓൾസോ ഇൻഫ്ലുവൻസബിൾ. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ആണുങ്ങളെ. എക്സാമ്പിൾ ആൻഡ്രൂ ടേറ്റിന്റെ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ ലീക്ക് ആയപ്പം 99% ഓഫ് ഹിസ് സബ്സ്ക്രൈബേഴ്സ് വർ ഇന്ത്യൻ മെൻ. അതിൽ ഒറ്റ പെണ്ണില്ല, എല്ലാം ഇന്ത്യൻ മെൻ. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലൈക്ക് ദീസ് പീപ്പിൾ കനോട്ട് തിങ്ക് ഇൻഡിവിജ്വലി. പിന്നെ ആണുങ്ങള് ദേ ആർ മാനിപ്പുലേറ്റബിൾ ടു ആൻ എക്സ്ട്രീം വേർ ദേ വിൽ ബിലീവ് ദ മോസ്റ്റ് സ്റ്റുപ്പിഡസ്റ്റ് ഐഡിയോളജീസ് എവർ. ഇതുകൊണ്ടാണ് പല ആൾക്കാരും ഇസ്ലാമിക് സുപ്രമസിയിൽ വിശ്വസിക്കുന്നതും ഹിന്ദു സുപ്രമസിയിൽ വിശ്വസിക്കുന്നതും ഈ ആവശ്യമില്ലാത്ത ബുൾഷിറ്റ് ഐഡിയോളജീസിൽ വിശ്വസിക്കുന്നതെല്ലാം. റിലീജിയൻ അതാണ് വിശ്വസിക്കണം. എന്നിട്ട് എന്താണ് ഇപ്പം റിലീജിയൻ തന്നെ ഇപ്പൊ ഇസ്ലാം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ മുസ്ലിംസ് ആണ്, അതില് വുമണ് ഇതായിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ആണുങ്ങൾ അത് ട്വിസ്റ്റ് ചെയ്തെടുക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നീ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ്. നീ വീടിന്റെ അകത്ത് തന്നെ ഇരിക്കണം, അതും അകത്ത് മൂലയില്, ആ മൂലയില് അവിടെ നിന്ന് അനങ്ങരുത്. ഓക്കെ, നീ എന്റെ ഒബ്ജക്റ്റ് ആണ്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സൂറത്ത് 17:433 എനിക്കായിട്ട് അവരാണോ ലൈക്ക്. ഓക്കെ, അതില് എന്ന് പറഞ്ഞ് വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം ഇതാണ്. അപ്പം ആള് പോയിക്ക ശരിക്ക, ഇല്ലെങ്കിൽ ഇടി കിട്ടും, ഇല്ലെങ്കിൽ അവളെ മട്ടൻ ബിരിയാണി കണക്ക് ആക്കുവോളൂ. മുസ്ലിങ്ങളിൽ ആണുങ്ങൾക്ക് ലൈക്ക് വുമൺ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ബ്രീഡ്, എന്താ പറയുക, ബ്രീഡ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രം, ബ്രീഡിങ് ഒബ്ജക്റ്റ് അതിന് മാത്രമാണ്. ലൈക്ക് എല്ലാരും പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാ ആണുങ്ങളും അങ്ങനെയല്ലല്ലോ. നോബഡി ഈസ് ലൈക്ക് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. പക്ഷെ വി ആർ ടോക്കിംഗ് അബൌട്ട് കമ്പാരിസൺസ് ഹിയർ. വി ആർ ടോക്കിംഗ് അബൌട്ട് ജനറലൈസ്ഡ് കമ്പാരിസൺസ്. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. വേറെ റിലീജിയനെ പറ്റി പറയുന്നില്ലെന്ന് ചിലവന്മാരോട്, ഇസ്ലാമിനെ പറ്റി മാത്രമാണല്ലോ പറയുന്നത്, വേറെ പറ്റി പറയുന്നല്ലോ. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ക്രിസ്ത്യൻസോ ഹിന്ദുവോ നമുക്ക് അറിയത്തില്ല. അവരും അങ്ങനെയൊക്കെ ആയിരിക്കാം. പണ്ട് ഇവന്മാർക്ക് സതിയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഹിന്ദുക്കൾക്ക് മറ്റേ പെണ്ണിനെ തള്ളി താഴെ ഇടുമായിരുന്നു. ജർമ്മൻ മാക്സിങ്, നാസി മാക്സിങ്. ആ സമയത്ത് ഇത് നോക്കിയാണെങ്കിലുണ്ടല്ലോ, ഈ എന്ന് വെച്ചാൽ ഒരു 20-21 വയസ്സെന്ന പെണ്ണ് എവളുമാരെ കെട്ടുന്നത് 85-87 വയസ്സെന്ന കളവന്മാര്. ഇവന്മാരെ തന്നെ കെട്ടിക്കഴിഞ്ഞ് എന്താ പറയുക 2 ദിവസം കഴിയുമ്പോ പോയി. അപ്പൊ യവന്മാരെ കൊണ്ട് ചിതയിലെടുത്ത് വെക്കുമ്പം നീ എന്തിനാ വിളിക്കുന്നത്, നീയും ചാട് പൊടി. അതാണ് കാര്യം. ലൈക്ക് നമ്മൾ ഈ ഫെമിനിസ്റ്റുകളെ നമ്മൾ കളിയാക്കുന്നത് റൈറ്റ്ഫുള്ളി സോ.
പക്ഷേ അവർ പേട്രിയാർക്കി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി എ തിങ്. പേട്രിയാർക്കി എക്സിസ്റ്റ്. കാരണം ഇതേ കണക്കത്തെ മുടന്ത ന്യായങ്ങൾ ഒരുപാട് പണ്ട് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ഇമ്പാക്ട് നമുക്ക് അറിയത്തില്ല. നിങ്ങളുടെ അമ്മുമ്മ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അമ്മുമ്മമാര് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാതിരിക്കുന്നത് പണ്ട് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അപ്പാപ്പ മുട്ടുകാല് തല്ലി ഒടിച്ചതിന്റെ ഫ്ലാഷ് ബാക്സ് മനസ്സിലുള്ളത് കൊണ്ടാണ്. അമ്മൂമ്മമാര് പോട്ട് ഐ മീൻ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാർ അതിൽ നിന്ന് ഇളയത് ആൾക്കാർ വീടിനെ വെളിയിറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്നത് നമുക്കറിയാം. യുനോ ഗാന്ധിജി എത്ര കൊല്ലം നമ്മുടെ സ്വാതന്ത്ര്യം വാങ്ങി തന്ന്, ഇപ്പോഴും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവർക്ക് പെർമിഷൻ ചോദിക്കണം. അവർക്ക് പുതിയ ഖിലാഫത്ത് മൂവ്മെന്റ് അതാണ്. മെൻ ഇൻ ഓൾ റെസ്പെക്ട്സ് ആൻഡ് അക്കൗണ്ട്സ് കുറച്ച് കാം ദ ഫക്ക് ഡൗൺ. കുറച്ച് നല്ല രീതിയിൽ കാം ഡൗൺ. ഈ പെട്ടെന്ന് ഒരു പെണ്ണിന്റെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഉടനെ പോയി ഇൻസൽ ഐഡിയോളജി ഒന്നും ഫോളോ ചെയ്തേണ്ട ആവശ്യമില്ല. യു ഗൈസ് ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ അതും ഒരു പെണ്ണെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കുണ്ട്, ഇഫ് യു ആർ എ സ്ട്രേറ്റ് ഗായ്, ആണെങ്കിൽ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി യു ഗൈസ് ഹാവ് സം വിയർഡ് ഷിറ്റ് വേർ യു ലൈക്ക് എന്റെ കുന്തം പറപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ ബട്ട് പെണ്ണുങ്ങൾ സ്ട്രേറ്റ് ഗായ് ആൻഡ് ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു എ വുമൺ, ഡോണ്ട് മേക്ക് ഇറ്റ് വിയർഡ്. അവളുടെ അടുത്ത് പോയിട്ട് നിന്റെ പേരെന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവള് നിനക്ക് നമ്പറും തരത്തില്ല, പകരം നിന്റെ പേര് ഒരു FIR എവിടെയെങ്കിലും കയറുകയും ചെയ്യും. അതുകൊണ്ട് ഡോണ്ട് ഡു ദാറ്റ് ഷിറ്റ്. ഇത് പറഞ്ഞിടക്കേ ആണുങ്ങൾക്ക് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അറിയില്ല. കാരണം മെയിൻ ആയിട്ട് സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് ഇവന്മാർ ഈ നീ നേരത്തെ ഹാൻസം ഗായ് നേരത്തെ പറഞ്ഞ കണക്ക് ഇവര് പോൺ ബ്രെയിൻഡ് ആണ്. ഇവര് ഒരു ഫോൺ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇവരൊരു പോൺ സൈറ്റിൽ കയറി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ വരുന്നത് ഒരു 100-200 കാറ്റഗറിയാണ്. എന്നിട്ട് ഏത് രാജ്യം, ഏത് ഏജ്, ലൈക്ക് കുറെ ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് ലൈക്ക് ഇവർക്ക് ഫിൽട്ടർ ചെയ്ത് കാണാം. ഇവർ ഫുള്ളി പോൺ ബ്രെയിൻഡ് ആണ്. അപ്പൊ ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇവന്മാരെ വിചാരം എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ അടുത്ത് ആദ്യമേ പോയി സംസാരിക്കുമ്പോൾ അവളിങ്ങനെ നിന്ന് തരുമെന്നാണ്, പണിക്ക് കേട്ടാന്ന് പറഞ്ഞ് നിന്ന് തരുമെന്നാണ് ഇവന്മാര്. അപ്പൊ ഇവന്മാർക്ക് അവള് ഓബിയസ്ലി അങ്ങനെ നിൽക്കാത്തപ്പോ ഇവന്മാർക്ക് അടുത്തത് എന്ത് സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. പിന്നെ പല ആൾക്കാരുടെയും ടെക്സ്റ്റ് മെസ്സേജസ് ഭയങ്കര വിയേർഡാണ്. ലൈക്ക് ഐ ഹാവ് സീൻ ടെക്സ്റ്റ് മെസ്സേജസ് ഓഫ് മൈ ഫ്രണ്ട്സ് ഹിറ്റിംഗ് ഓൺ വിമൺ വേർ ദേ ആർ ലൈക്ക് ആദ്യത്തെ 2 ഹേയ് ഫുഡ് കഴിച്ചോ, അപ്പൊ അവള് പറയാ ഫുഡ് കഴിച്ചു, ഉച്ചക്ക് എന്താ കഴിച്ചത്, രാത്രി എന്താ കഴിച്ചത്, ഇവ എന്താ ഹോട്ടൽ ഉടമയാണ്, ഓർഡർ എടുക്കാൻ വന്നതാണ്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് കാര്യം. ഈ പെണ്ണുങ്ങളടുത്ത് മെസ്സേജ് അയക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, നീയൊക്കെ അവളുമാർക്ക് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കേണ്ട. കാരണം അവളുമാർക്ക് വിശക്കുമ്പോൾ തനിയെ പോയി കഴിച്ചോളൂ. ഓക്കെ, ഒരു ഹ്യൂമന് വേണ്ട ഒരു ബേസിക് സംഭവമാണ് ആഹാരം. അത് ആരായാലും വിശന്ന് കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും പോയി കഴിച്ചോളൂ. അവരെ വീട്ടിലാണെങ്കിലും ഒരു പുറത്താണെങ്കിലും എനിക്ക് വിശക്കുന്നു ഞാൻ കഴിക്കുന്നു. അല്ലാതെ അതിന് ഒരാൾ വിളിച്ച് ഓർമ്മപ്പെടുത്തെന്താ കഴിച്ചോ, ആ മെസ്സേജും കാത്തല്ല അവരിയ്ക്കുന്നത്. കഴിച്ച് എന്തോ പറയട്ടെ, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തു കഴിച്ച്, അത് ഞാനെന്ത് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ, പ്രോട്ടീൻ ഇല്ലേ എൻ്റെ കൂടെ, വൈറ്റമിൻസ് ഇല്ലേ, ആരടാ ഇത്? കൊബാൾട്ടിന്റെ അളവത്ര കൊബാൾട്ട്. ഹോർലിക്സ് കുടിച്ചോ രാത്രി കിടക്കുന്നതിന് മുന്നേ? ഹോർലിക്സ് കുടിക്കണം, നല്ലതാണ്. എന്നിട്ട് രാത്രി എന്നിട്ട് കുടിച്ചു കിടന്നെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ യവന്മാരെ മൂട് അങ്ങ് മാറിക്കോളും. ചൂടുണ്ടോ അവിടെ, തണുപ്പുണ്ടോ? ചൂടുണ്ടെങ്കിൽ എന്തിനാ ഡ്രസ് ഇട്ടേക്കുന്നത്? ഈ രീതിയിലൊക്കെ സംസാരം. എനിക്ക് വേറൊരിതുണ്ട് മനസ്സിലാക്കി. പെൺപിള്ളേടുത്ത് സംസാരിക്കുമ്പോൾ ഇഫ് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, നമുക്ക് തന്നെ മനസ്സിലൊരു തോന്നൽ വരും അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളൊരിത്. പിന്നെ അവിടെ പോയി ഇടിച്ചിടിച്ച് നിൽക്കരുത്. ഇഫ് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലീവ് ഹർ അലോൺ. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഈ കിടന്ന് ചൊറിഞ്ഞ് അഫെക്ഷൻ വാങ്ങിച്ചാല് ഗസ് വാട്ട്, ദാറ്റ്സ് നോട്ട് ട്രൂ അഫെക്ഷൻ. ഈ ലൈംഗിക ദാരിദ്ര്യവും ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയുള്ള ഈ സിംബിങ് പരിപാടികളും ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഓൾസോ അത് പറഞ്ഞപ്പോഴാണ് സിംസ്. ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് സിംസ്. ഫസ്റ്റ് ഓഫ് ഓൾ സിംസൺ, ഷീ ഈസ് നോട്ട് ഗോണ സ്ലീപ്പ് വിത്ത് യു. അത് ഞാൻ ഇപ്പോഴേ പറയാം. ഷീ ഈസ് നോട്ട് ഗോണ സ്ലീപ്പ് വിത്ത് യു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വിമൺ മെൻ രണ്ടുപേരെയും നമ്മൾ ഈക്വലി അക്കൗണ്ടബിൾ ആയിട്ട് എവിടെയും വെക്കണം. വി ഹാവ് ടു ഹോൾഡ് ദം ടു ദെയർ ഫ്രോൾസ്. വി ഹാവ് ടു ഷോ ദം ദാറ്റ് യു ആർ റോങ്. വി ഹാവ് ടു ഹാവ് ദ ഗട്ട്സ് ടു ടെൽ ദം ദാറ്റ്. സിംസ് ചെയ്യുന്ന അങ്ങനെയല്ല. ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം തെറ്റ്, പെണ്ണുങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി. ഇപ്പൊ എ വുമൺ, ഷീ ഫക്കിംഗ് മർഡേർഡ് എ ഗായ്, കട്ട് ഹിസ് ബോഡി ഇൻ ടു 17 pieces, എന്നിട്ട് അവനെ വല്ലോ ഫക്കിംഗ് ടൈഗ്രിസ് നദിയിൽ കൊണ്ട് അവനെ മുക്കിയാലും സിംസ് വിൽ ബി ലൈക്ക്, well she did it because of her internalized trauma.
ശരി ട്രോമ ആയിക്കോട്ടെ, ഗസ് വാട്ട്, ഷീസ് നോട്ട് ഗോണ ഗിവ് യു പുസി മാൻ. അതുകൊണ്ട് ഐ മീൻ അവന്മാർക്ക് അത് അറിയത്തില്ല. അതായത് അവന്മാർക്ക് എന്തെങ്കിലും കിട്ടണം, അതുകൊണ്ട് അവന്മാർ എന്ത് ചെയ്യും? സിംസൺസ് ബെഗർ മാക്സിംഗ് യാചന മാക്സിംഗ് ആണ് യാചന. സോ യുനോ ലൈക്ക് കുറച്ച് ഒരു മാം പ്ലീസ് ക്രംബ് ഓഫ് പുസി മാം, ആ ഒരു രീതിയിലാണ് അവന്മാർ നിൽക്കുന്നത്. ലൈക്ക് ബ്രാ, അതുകൊണ്ട് സിംസ് യുനോ ലൈക്ക് വി ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് അബൌട്ട് ദം. സിംസ് എനിക്കറിയാവുന്ന സിംസ് നിങ്ങളെ പറ്റിയാണ്. എനിക്കല്ല, നമുക്കറിയാവുന്ന നിങ്ങളെ പറ്റിയാണ്. We see you and we don't deal with you because you are stinky. പിന്നെ okay, and this is my favorite segment of the show called my retarded autistic playtime, where I rant about something that I'm really passionate about. ഈ ഒരു ഇത് വരുമ്പോഴത്തേക്ക് I'm talking about men എന്ന് പറയുമ്പോഴേ I will tell you this one thing. And അപ്പം നിങ്ങൾ നമ്മളോട് ചോദിക്കും, ഇതൊക്കെ പറഞ്ഞ നീയൊക്കെ ആരാടാ മയിരെ എന്ന് ചോദിക്കും. നീയൊക്കെ ആരാ? ഞാൻ പറയാം, we are two guys who are trying. We are two guys who are trying to be better. ഒന്നും ചെയ്യാത്തൊരാണിനെയും കാട്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരുത്തന് ക്രെഡിബിലിറ്റി ഉണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് ക്രെഡിബിലിറ്റി വി ആർ സെയിങ് ദാറ്റ് ആണുങ്ങൾ എന്നുള്ളൊരു നിലയിൽ യു ഗൈസ് ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് തോട്ട്സ് അബൌട്ട് വിമൺ. ഞാൻ ഈ പ്രായമാകുമ്പോൾ എനിക്കൊരു കളി കിട്ടണം, ഈ പ്രായമാകുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണം, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്നത്തെ വേൾഡ്, ദിസ് ഇസ് എ റഫ് വേൾഡ്, ദിസ് ഇസ് എ ഡിഫിക്കൽട്ട് വേൾഡ് ടു ലിവ് ഇൻ. നിങ്ങൾക്ക് ഒരു പിഴവ് പറ്റിയാൽ ആ പിഴവിന്റെ പുറത്ത് നിങ്ങളെ ശിക്ഷിക്കുന്ന ആൾക്കാരുള്ള ലോകമാണിത്. സോ ദ വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദീസ് തോട്ട്സ്, വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ ബോഡി ആയാലും മനസ്സായാലും ഫൈനാൻസസ് ആയാലും വർക്ക് ഓൺ യുവർ സെൽഫ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ആസ് എ മാൻ ഇൻ ദിസ് വേൾഡ് ഇറ്റ്സ് എ സ്കേറി തിങ് ബിക്കോസ് ദർ വിൽ ബി നോബഡി എൽസ് ബട്ട് യു. അതുകൊണ്ട് വർക്ക് ഓൺ യുവർ സെൽഫ്, ഫോക്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ, ഗെറ്റ് ആസ് മച്ച് മണി ആൻഡ് പവർ ആസ് പോസിബിൾ, ഇൻവെസ്റ്റ് വൈസ്ലി, ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, ടേക്ക് കെയർ ഓഫ് ദ ക്ലോസ് വൺസ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ടേക്ക് കെയർ ചെയ്യുക. എന്നിട്ട് ഇഫ് യു വാണ്ട്, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം ഇഫ് യു സ്റ്റിൽ വാണ്ട് ടു ഗോ ഫോർ എ ഗേൾ, ഗോ ഫോർ ഇറ്റ്. അതിന് മുമ്പേ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഡോണ്ട് ഡു ദിസ് ഷിറ്റ്. വർക്ക് ഫോർ യുവർ സെൽഫ്. എഗെയിൻ ഒരു ഗോൾഡൻ അഡ്വൈസ് ഞാൻ തരാം. ഒരു പെണ്ണിനെ പറ്റി യു ഗൈസ് ആർ ഫീലിംഗ് റിയലി പവർഫുൾ അബൌട്ട് എ ഗേൾ, ഭയങ്കര ഇത്, അവളില്ലാതെ ഉറക്കമില്ല, അവളില്ലാതെ തൂറാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിലാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ അടുത്ത് ഭയങ്കര ക്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ വാണിക്കുക. അത് വാണോടിച്ച് കഴിഞ്ഞിട്ടും ഇഫ് യു സ്റ്റിൽ ഫീൽ ദ സെയിം വേ അബൌട്ട് എ വുമൺ, ദാറ്റ് വുമൺ, ശരി, ഇറ്റ്സ് ലെജിറ്റ്, you can pursue her. പക്ഷേ if you don't feel that way, we take it. Listen to this advice, okay, please. This works. ഡാവിഞ്ചി പറഞ്ഞ ഐഡിയ, yeah, പണ്ട് കാലം തൊട്ടേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഒരു പെണ്ണുകൊണ്ട് ഇവളില്ലാതെ എനിക്ക് പറ്റത്തില്ല, ഇവളാണ് ദിസ് ഈസ് ദ വൺ എന്ന് തോന്നുകയാണെങ്കിലോ ഈ ഹാൻസം ഗായ് പറഞ്ഞ കണക്ക് ആ കണക്കൊന്ന് ചെയ്തു നോക്ക് പ്ലീസ്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, ഷീസ് ദ വൺ. ഓക്കെ, സോ യാ, and please don't watch porn. Yeah, please don't watch porn, and also stop consuming goy slop too much. Goy slop എന്ന് ഉദ്ദേശിച്ചത് ഈ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള TV ഷോസ്, മൂവീസ്, ലൈക്ക് ദിസ് പ്രോസസ്ഡ് ഫുഡ്സ്. Don't indulge in this shit. ഒരു മാസ്കുലിൻ ഐഡിയ ക്രിയേറ്റ് ചെയ്യ്. ലൈക്ക് ലേൺ സം ട്രേഡ്, കാർപ്പൻറ്ററിയോ പെയിന്റിങ്ങോ വുഡ് വർക്കിംഗ് ഞാൻ പറഞ്ഞു, ലൈക്ക് മാനുവൽ ലേബറോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പഠിക്കുക. ലേൺ സം സ്കിൽസ്, വീഡിയോ എഡിറ്റിങ്ങോ കോഡിങ്ങോ എന്തെങ്കിലും. ഇത് ജോലി കിട്ടാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഫോർ യുവർ ഓൺ പേഴ്സണൽ ഗ്രോത്ത്, റൈറ്റിങ്ങോ എന്തെങ്കിലും, സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗമുള്ള എന്തെങ്കിലും. അതാണ് റിയൽ മാസ്കുലിനിറ്റി. A strong guy will fight for himself, but a stronger guy will fight for others. Yep. Back from the barnyard. Adil Nickelodeon show la dialogue. Yeah. So okay. Nickelodeon. But yeah, don't watch porn, don't do weird shit, and don't be a fucking rapist. Yeah. Just chill down, chill the fuck out. So this has been episode number 2 of the second season of the industry hit show Ecstasy of Yap. ഞാൻ എൻ്റെ പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഹാസ് ബീൻ മൈ ലോങ് ടേം ഫ്രണ്ട് ആൻഡ് ആൽഫ ബീറ്റ സിഗ്മ യുറേനിയം മെയിൽ, മിസ്റ്റർ സ്കിപ് ട്രേസ്, the guy who signs my paycheck, and he's the big dog around here. അതുകൊണ്ടാണ് ഇത്ര പൊക്കി പറഞ്ഞത്. I know. So എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, if you guys still haven't subscribed to the channel, please do so and watch our live streams as well, because we are planning to bring out more content like this.
And we are planning to bring out content in politics, finance, literature, whatever. Lokath endundo, we will talk about it. And myself, it's your host, the most handsome guy in Turkmenistan and Tajikistan. And ഞാനും എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ചാനൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. It will be a subsidiary of MNT Gaming. So you guys can expect my face in a lot of content soon. And if any man, any gay man or any lady is planning to text me after this, just know that I will reply with virus links. So, don't do that shit. This has been Ecstasy of Yap episode 2. I hope you had fun while watching this, and I'll see you in the next video. Bye.